നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശമ്പളവും ആനുകൂല്യവും നൽകുന്നില്ലെന്ന് പരാതി. കൊളത്തറയിലെ സ്റ്റീൽ കോംപ്ലക്സ് കമ്പനി MDയെ ഗരാവോ ചെയ്ത് സംയുക്ത സമരസമിതി. വയോജനങ്ങൾക്കുള്ള യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ഓട്ടോ ടാക്സി സംസ്ഥാന പണിമുടക്ക് വമ്പിച്ച വിജയമാക്കുമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളി കൺവെൻഷൻ. വിവിധ ആവശ്യങ്ങളുമായി DDE ഓഫീസ് ധർണ സംഘടിപ്പിച്ച് എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് കളക്ടീവ് കേരള കൺവെൻഷൻ. FITUവിന്റെ കിറ്റ് മോദി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് അടിമത്ത തൊഴിൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ. ഞാൻ അരുണിമ വിജയൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശമ്പളവും ആനുകൂല്യവും നൽകുന്നില്ലെന്ന് പരാതി. കൊളത്തറയിലെ സ്റ്റീൽ കോംപ്ലക്സ് കമ്പനിയുടെ MDയെ ഗരാവോ ചെയ്ത സംയുക്ത സമരസമിതി. തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യവും ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് കൊളത്തറയിലെ സ്റ്റീൽ കോംപ്ലക്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കമ്പനി MDയെ കമ്പനി ഗേറ്റിന് മുൻവശം വെച്ച് ഗരാവോ ചെയ്തു. നല്ലളം CI കൃഷ്ണൻ കാളിദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മധ്യസ്ഥ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 1 മണിക്കൂറിന് ശേഷം MDയെ കമ്പനിക്കുള്ളിലേക്ക് കയറാൻ അനുവദിച്ചു. ധർണ INTUC ജില്ലാ പ്രസിഡന്റ് K. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റീൽ എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് K. ഷാജി അധ്യക്ഷത വഹിച്ചു. KK ഗോവിന്ദൻ, അബൂബക്കർ, വിപിൻ നെച്ചിക്കാട്ട്, അഡ്വക്കേറ്റ് രതീഷ് ലാൽ, K. രാരി, TK തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയോജനങ്ങൾക്കുള്ള യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വയോജനങ്ങൾക്കുള്ള യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വയോജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ഇളവുകൾ പുനഃസ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറാകാത്തത് സ്വകാര്യവൽക്കരണം മുന്നിൽ കണ്ടാണോ എന്ന് സംശയിക്കുന്നുവെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VN നമ്പൂതിരി പറഞ്ഞു. കോവിഡ് കാലഘട്ടം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീവണ്ടികളൊക്കെ തന്നെ പൂർണ്ണമായും പുനരാരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഇളവുകൾ വീണ്ടും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പാർലമെന്റ് മെമ്പർമാർ ചോദ്യമുയർത്തുകയുണ്ടായി. എന്നാൽ ഇത് നടപ്പിലാക്കുക, ഇളവുകൾ പുനഃസ്ഥാപിക്കുകയില്ല എന്നുള്ള വളരെ മോശമായ നിലപാടാണ് മന്ത്രി പ്രസ്താവിച്ചത്. അതിന് പിന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗവൺമെന്റിന്റെ ഉദ്ദേശവും. അങ്ങനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഈ ഇളവുകളെല്ലാം ഇല്ലാതാക്കി റെയിൽവേ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP കുട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA A. പ്രദീപ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് T. ദേവി, K. ബാലകൃഷ്ണൻ, KM ജയരാജൻ, KKC പിള്ള എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഡിസംബർ 30 നടക്കുന്ന ഓട്ടോ ടാക്സി സംസ്ഥാന പണിമുടക്ക് വമ്പിച്ച വിജയമാക്കുമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളി കൺവെൻഷൻ. 28-ന് ജില്ലയിലുടനീളം തൊഴിലാളികളുടെ വിളംബര ജാഥ നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. ഓട്ടോ ടാക്സി സംയുക്ത ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ ചേർന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി KK മമ്മു ഉദ്ഘാടനം ചെയ്തു. 28-ന് ജില്ലയിലുടനീളം തൊഴിലാളികളുടെ വിളംബര ജാഥ നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. ഇന്ധന വില വർധനവിനും അനുബന്ധ ചെലവുകൾക്കും ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക, പഴയ വാഹനങ്ങളിൽ GPS ഒഴിവാക്കുക, പഴയ വാണിജ്യ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായി നീട്ടുക, ഇലക്ട്രിക് ഓട്ടോകൾക്ക് പെർമിറ്റ് നിർബന്ധമാക്കുക, കള്ള ടാക്സികൾക്കും റെന്റ് കാറുകൾക്കും എതിരെ നടപടി സ്വീകരിക്കുക, കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ RTO ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ 10 ലക്ഷത്തോളം വരുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളാണ് സംസ്ഥാനത്ത് പണിമുടക്കുക. പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്ന സ്ഥിതി സംസ്ഥാനത്തുണ്ട്. നമ്മളെവിടെ പെർമിറ്റിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും അങ്ങനെയല്ല. ഈ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും അങ്ങനെയല്ല. പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ഓട്ടോ പെർമിറ്റിന് വിധേയമാക്കണമെന്നുള്ള മുദ്രാവാക്യം സംസ്ഥാനത്ത് സംയുക്തമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് AITUC, INTUC, CITU, NTU, STU, HMS, JLU, KTUC എന്നീ സംഘടനകളാണ് സമരത്തിലുള്ളത്. INTUC നേതാവ് K. ഷാജി അധ്യക്ഷത വഹിച്ചു. PK നാസർ, മനോജ് എടാണി, UA ഗഫൂർ, ബഷീർ പാണ്ടികശാല, ബിജു ആന്റണി, നീലിയോട്ട് നാണു, A. സോമശേഖരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. FITU രാജ്യവ്യാപകമായി നടത്തുന്ന ക്വിറ്റ് മോദി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അടിമത്ത തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്ന വിഷയത്തിൽ കോഴിക്കോട്ട് സെമിനാർ നടത്തി. സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ കോഡുകൾ റദ്ദാക്കുക എന്നതടക്കമുള്ള മുദ്രാവാക്യമുയർത്തിയാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് FITU നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് KP കേശവൻ ഹാളിൽ അടിമത്ത തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ സുപ്രീം കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്തു. But there is no doubt in my mind that given the track record of the Modi government, they will try and make changes to suit big business because they don't care about labor protection. They just don't care about labor protection, and therefore it is very important that we study and discuss that. Bring labor reforms, they may be labor deforms. They may destroy the rights of labor in the guise of labor reforms. So therefore we need to understand them properly, discuss, debate them, the pros and cons, etc. And then after we have informed ourselves properly, fight against all the regressive laws and changes that these are bringing about. Thank you very much. FITU സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ചു. FITU ദേശീയ അധ്യക്ഷൻ റസാഖ് പാലേരി വിഷയാവതരണം നടത്തി. KG പങ്കജാക്ഷൻ, STU ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, STU സംസ്ഥാന അധ്യക്ഷൻ ശ്രീകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. Discuss, firstly try and understand what these labor codes have done, what changes they are bringing about. വാർത്തകളിൽ ഇടവേള. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Diamond. വാർത്തകൾ തുടരുന്നു. സ്റ്റേറ്റ് നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് കളക്ടീവ് കേരള ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ 2013 ആവിഷ്കരിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് സ്റ്റേറ്റ് നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് കളക്ടീവ് കേരള ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ AK ഷജിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നൊന്നും പറയാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അത് രാഷ്ട്രീയം മാത്രമായിരുന്നപ്പോ ഇന്ന് നഷ്ടപ്പെട്ടത് 1/4/2013 ശേഷം സർവീസിൽ വന്ന ജീവനക്കാരനും അവന്റെ കുടുംബത്തിനും സമൂഹത്തിനുമാണ്. ഗവൺമെന്റിന് ലാഭമുള്ള പദ്ധതിയാണോ പങ്കാളിത്ത പെൻഷൻ പദ്ധതി? യാതൊരു കാരണത്താലും ഗവൺമെന്റിന് പോലും ലാഭകരമാകുന്ന പദ്ധതി ആവില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതി. ഈ 5 ലക്ഷം ജീവനക്കാർക്കും
5.5 ലക്ഷം ജീവനക്കാർക്കും ഇത്തരത്തിൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തി കഴിയുമ്പോൾ ഇത് നഷ്ടമുള്ള ഒരു പദ്ധതി മാത്രമായി തീരും. ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട പദ്ധതിയാണ്. പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ഇവര് ഇന്ന് നമ്മുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം പോകുന്നത് എങ്ങോട്ടാണ്? ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ കൈകളിലേക്കാണ്. അവർ നാളെ ഒരു പാപ്പർ ഹർജി കൊടുത്ത് ഞങ്ങളുടെ കമ്പനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരും. ജില്ലാ പ്രസിഡന്റ് പി കെ ബിജീഷ് അധ്യക്ഷം വഹിച്ചു. പി അബ്ദുൽ ലത്തീഫ്, സംസ്ഥാന സെക്രട്ടറി ഷാഹിദ് റഫീഖ്, പി കെ റാഹിസ്, കെ പ്രജിത് കുമാർ, കെ പൊന്നുമണി, ഇ വി വിജേഷ് എന്നിവർ സംബന്ധിച്ചു. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് റെഫ്രിജറേറ്ററുകൾ നൽകി റോട്ടറി കാലിക്കറ്റ് മിഡ് ടൗൺ. 400 ലിറ്റർ സംഭരണ ശേഷിയുള്ള റെഫ്രിജറേറ്ററാണ് കൈമാറിയത്. മരുന്നുകളും മറ്റും സൂക്ഷിക്കുന്നതിനാണ് റോട്ടറി കാലിക്കറ്റ് മിഡ് ടൗൺ അംഗങ്ങൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് 400 ലിറ്റർ സംഭരണ ശേഷിയുള്ള റെഫ്രിജറേറ്റർ നൽകിയത്. റോട്ടറി കാലിക്കറ്റ് മിഡ് ടൗൺ പ്രസിഡന്റ് ശ്രീജിത്ത് കലത്തിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബുവിന് റെഫ്രിജറേറ്റർ നൽകി. തുടർന്നും ആശുപത്രിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് ശ്രീജിത്ത് കലത്തിൽ പറഞ്ഞു. ബീച്ച് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായ സബീനയും RMO ഡോക്ടർ ശ്രീജിത്തിൻ്റെയും റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു 400 ലിറ്റേഴ്സ് ഫ്രിഡ്ജ് ഫോർ ഹയർ ആൻഡ് പ്രിസിഷൻ മെഡിസിൻസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ ഇന്നിപ്പം സൂപ്രണ്ടിന് നമ്മൾ അത് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും കുറേ ആംബുലൻസിൻ്റെയും കോവിഡ് ICUവിലും ഒക്കെ നമ്മൾ ഒരുപാട് പ്രോജക്ട്സ് കാലിക്കറ്റ് ക്ലബ് ഓഫ് റോട്ടറി മിഡ് ടൗൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് പ്രോജക്റ്റാണ് നമ്മൾ ഇത് ഈ കൊല്ലം ഇവിടെ ചെയ്യുന്നത്. ഇനിയും സൂപ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ ഇനിയും പ്രോജക്റ്റ് റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ ചെയ്യാൻ തയ്യാറാണ്. റോട്ടറി ക്ലബ് അംഗങ്ങളായ ഡോക്ടർ ശാന്തി ഗംഗ, സതീഷ് ഷാ, അർഷാദ് ഷാ, മുഹമ്മദ് കോയ, ജയന്തകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അനധ്യാപക നിയമനം കോടതി ഉത്തരവ് നടപ്പാക്കുക, ക്ലർക്കുമാരുടെ ഗ്രേഡ് സ്കെയിൽ അപാകതകൾ പരിഹരിക്കുക, സ്പാർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക, അനധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പരിഷ്കരിക്കുക, തസ്തിക നഷ്ടപ്പെട്ട അനധ്യാപകരെ സംരക്ഷിക്കുക, ലാബ് അസിസ്റ്റന്റുമാരുടെ ഒഴിവിൽ നിയമിത അനധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിനോജ് പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ SK അബൂബക്കർ, സംസ്ഥാന സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. MM പവിത്രൻ, അഷ്റഫ് പുളിയനാട്ട്, ജോർജ് ജോസഫ്, രതീഷ്, അസ്ഹർ, ചന്ദ്രശേഖരൻ, സാജിദ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവിതശൈലി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ബോധവൽക്കരണ രോഗനിർണയ ക്യാമ്പുകൾക്ക് തുടക്കം. പകർച്ചവ്യാധികൾ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നതോടൊപ്പം അതിനേക്കാൾ വേഗത്തിൽ യുവജനങ്ങളെ അടക്കം വേഗത്തിൽ ബാധിച്ച് രോഗാതുരത വർദ്ധിപ്പിച്ച് മുന്നോട്ട് കുതിക്കുന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പക്ഷാഘാതം, ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നീ പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിനായി ബേപ്പൂർ ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ രോഗനിർണയ ക്യാമ്പുകൾക്ക് തുടക്കമായി. രോഗാവസ്ഥ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് സെന്ററിലേക്ക് വരിക, അവിടുന്ന് പരിശോധന നടത്തും. പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്ന് മരുന്നും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അറിവ് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും പകർന്നു കൊടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരും എല്ലാ കൊല്ലവും ഇവിടെ ജീവിക്കുന്നു വിചാരിക്കേണ്ട. ഒരു പ്രായത്തുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകണം. പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, എങ്ങനെ മരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നരകിച്ച് മരിക്കണോ, അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് മരിക്കണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
മാറാട് ബീച്ച് ശിശിരം അംഗൻവാടിയിൽ പരിശോധന നടത്തിയ 45 പേരിൽ നിന്നും പുതുതായി 2 പേരിൽ പ്രമേഹവും 4 പേർക്ക് രക്തസമ്മർദ്ദവും 2 പേരിൽ പൊണ്ണത്തടിയും കണ്ടെത്തി. ഇവർക്ക് വേണ്ട കൌൺസിലിംഗും ബോധവൽക്കരണവും നൽകി ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് തുടർ ചികിത്സയ്ക്കായി റഫർ ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനു വി, ജയശ്രീ എം, യമുന ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർ പ്രമീള, JHI ട്രെയിനികളായ അനഘ എം, അലീന KT എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Diamond. വാർത്തകൾ തുടരുന്നു. ഉത്തര കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുന്നിലെത്തിക്കാനും ടൂറിസം മേഖലയിൽ ശ്രദ്ധേയനായ ഡേവിഡ് ബൌച്ചർ കേരളത്തിൽ. ആസ്റ്റർ DM ഗ്രൂപ്പിന്റെ പ്രതിനിധിയായാണ് ഡേവിഡ് ബൌച്ചർ എത്തിയത്. ഉത്തര കേരളത്തിന്റെ പ്രകൃതി ഭംഗി, ചരിത്രപരമായ സവിശേഷതകൾ, കാലാവസ്ഥ, ചെലവ് കുറഞ്ഞതും ഉന്നത നിലവാരമുള്ളതുമായ ആരോഗ്യ പരിപാലനം, സാംസ്കാരിക മികവ്, കലാപരമായ മേഖലകൾ, സവിശേഷമായ ഭക്ഷണ പാരമ്പര്യം മുതലായവയെല്ലാം സമന്വയിപ്പിച്ചാണ് ഡേവിഡ് ബൌച്ചർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കേരള സന്ദർശനത്തിന്റെ മുന്നോടിയായി ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസുമായി സംസാരിക്കുകയും സന്ദർശനവും സഹകരണവും ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ബൌച്ചറിന്റെ സന്ദർശനം ഉത്തര കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുവാൻ സഹായകരമാകുമെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലുകൾ വഴി ലഭ്യമാക്കുമെന്ന് ആസ്റ്റർ ഹോസ്പിറ്റൽ ഒമാൻ ആൻഡ് കേരള റീജിയൻ ഡയറക്ടർ ഫർഹാൻ യാസിൻ പറഞ്ഞു. അറേബ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹെൽത്ത് കെയർ മേഖലയിൽ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെയാണ് ഡേവിഡ് ബൌച്ചർ ശ്രദ്ധേയനായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അതിഥികളിലെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി വിവിധ രാജ്യങ്ങളിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ആസ്റ്റർ ഗ്രൂപ്പുമായി സഹകരിച്ച് UAE കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ 2 ക്ലാസ് മുറികൾ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ 2 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും വിജയോത്സവം 2022 ഉദ്ഘാടനവും മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. SSLCക്കും +2-നും കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിൽ ഫുൾ A+ നേടിയവർക്കുള്ള സമ്മാനദാനം കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ C നിർവഹിച്ചു. PTA പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ M ഗിരിജ T, രജനി, മുൻ കൌൺസിലർ N സതീഷ് കുമാർ, പ്രിൻസിപ്പൽ MV പ്രസാദ്, പ്രധാന അധ്യാപിക KP ശ്രീജയ, V ഷീജ, ജോബി ആൽബർട്ട്, VR സ്മിത, PP പ്രവീൺ കുമാർ, മുരളി ബേപ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്ന് അംഗനവാടി വർക്കേഴ്സ് യൂണിയൻ INTUC ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സമ്മേളനം തീരുമാനിച്ചു. അംഗനവാടി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് അംഗനവാടി വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നും മിനിമം കൂലി 21,000 രൂപയാക്കി നിശ്ചയിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള തുച്ഛമായ വേതനത്തിന്റെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നൊരവസ്ഥ, അമിത ജോലിക്ക് അധിക വേതനം നൽകണം എന്ന നമ്മളെ വളരെ കാലമായ ഡിമാൻഡ് ഈ മേഖലയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ അംഗനവാടി മേഖലയിലെ റിട്ടയർമെന്റ് ഏജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ ESI അംഗനവാടി ജീവനക്കാർക്ക് വേണമെന്ന് നമ്മൾ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾ, അത് ഒരുപാട് അംഗനവാടികളിൽ വർക്കേഴ്സ് ഇല്ല.
വർക്കേഴ്സിനെ നിയമിക്കുന്നില്ല. അംഗനവാടി ജീവനക്കാർക്ക് മാനസിക സമ്മർദ്ദം കൂടി ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥയാണ് പോകുന്നത്. കെ കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. മനോജ് എടാണി, കെ ഷാജി, നുസ്രത്ത് ടി, ലൈല യു, എ ചന്ദ്രിക ബാലൻ, ഭവിത, രാധ ഹരിദാസ്, കല്യാണി വേലായുധൻ, പ്രശാന്ത് കളത്തിങ്ങൽ, കെ പി കരുണൻ, ബൈജു ടി സന്തോഷ് കിണാശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG സിലിണ്ടറുകൾ മലബാർ മേഖലയിൽ അവതരിപ്പിച്ചു. ഫൈബർ നിർമ്മിതമായ സിലിണ്ടറിൽ ഭാരക്കുറവിനൊപ്പം ഗ്യാസിന്റെ അളവും അറിയാൻ സാധിക്കും. A number of cylinders are made of steel, but these new age composite cylinders are made of fiberglass, and hence it is 50% lighter than the conventional cylinder, and therefore easy to carry and handle. കമ്പോസിറ്റ് LPG സിലിണ്ടറുകൾ ആധുനിക അടുക്കളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തുരുമ്പെടുക്കാത്തതും ഭാരക്കുറവും ഗ്യാസിന്റെ അളവ് അറിയാനുള്ള സംവിധാനം ഉൾപ്പെടുത്തിയാണ് ഇന്ത്യൻ കോമ്പോസിറ്റ് LPG സിലിണ്ടർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഓയിൽ ഡിവിഷൻ LPG ഹെഡ് അലക്സി ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. അത് എസ്തെറ്റിക് മാത്രമല്ല, കാണാൻ ഭംഗിയുള്ളത് മാത്രമല്ല, സേഫ്റ്റി കൂടുതലാണ്. ഇത് ലിറ്ററലി ബ്ലാസ്റ്റ് പ്രൂഫ് എന്ന് തന്നെ പറയാം. ഇതിന്റെ സ്പെഷ്യൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ കാരണം ഇത് ബ്ലാസ്റ്റ് ആവില്ല. പ്ലസ് ലോങ് ഫെൽറ്റ് ഒരു നീഡായിരുന്നു പല കസ്റ്റമേഴ്സ്. നമുക്ക് എത്ര ഗ്യാസ് ബാക്കിയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി കണ്ടാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇതിന് ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഇത് ട്രാൻസ്ലൂസൻറ്റും കൂടാണ്. LPGയുടെ ലെവൽ ഒരു കസ്റ്റമറെ കാണാൻ സാധിക്കും. ഇതിലെല്ലാം ഉപരി ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഹൈ ഡെൻസിറ്റി പോളിത്തിലീൻ ഉപയോഗിച്ചാണ് നിർമ്മാണം. 10 കിലോ 3350 രൂപയും 5 കിലോയ്ക്ക് 2150 രൂപയുമാണ് വില. ചടങ്ങിൽ ചേളാരി പ്ലാന്റ് മാനേജർ P ജയശങ്കർ, സീനിയർ LPG സെയിൽസ് മാനേജർമാരായ V സുരേന്ദ്രൻ, റെജീന ജോർജ്, മലബാർ മേഖലയിലെ ഡീലർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പളവും ആനുകൂല്യവും നൽകുന്നില്ലെന്ന് പരാതി. കൊളത്തറയിലെ സ്റ്റീൽ കോംപ്ലക്സ് കമ്പനി MDയെ ഗരാവോ ചെയ്ത് സംയുക്ത സമരസമിതി. വയോജനങ്ങൾക്കുള്ള യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ഓട്ടോ ടാക്സി സംസ്ഥാന പണിമുടക്ക് വമ്പിച്ച വിജയമാക്കുമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളി കൺവെൻഷൻ. വിവിധ ആവശ്യങ്ങളുമായി DDE ഓഫീസ് ധർണ സംഘടിപ്പിച്ച് എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് കളക്ടീവ് കേരള കൺവെൻഷൻ. FITUവിന്റെ കിറ്റ് മോദി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് അടിമത്ത തൊഴിൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.